ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പാല് കാച്ചിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പാല് കാച്ചിൽ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള പാല് കാച്ചിലും ഒന്നുമല്ല, ചെറുതായിട്ട് ഒന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്നലെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ മാറി താമസിക്കുന്ന വീട്ടിൽ ഇന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് ഇന്ന് രാവിലെ നേരത്തെയാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ട്, ശ്രീ കുലശേഖര നല്ലൂർ ശിവക്ഷേത്രം. അപ്പോൾ അവിടെ കയറി ഒന്ന് തൊഴുതു. ഇനി ഞങ്ങൾ നേരെ പോണത് ഞങ്ങളുടെ പുതിയ വാടക വീട്ടിലേക്കാണ്. അപ്പോൾ ഏട്ടനൊരു കടയിൽ കയറി പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ പുട്ടുപൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കടയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പച്ചക്കറി കടയിൽ നിന്ന് തേങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിക്കാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ വാടക വീട് കേട്ടോ. നമ്മൾ വന്നതും ആദ്യം തന്നെ ഒന്ന് അടിച്ചു വാരിയിട്ട് വിളക്ക് കൊളുത്തിയിട്ടോ. ഇനി എന്തായാലും നമ്മൾ നേരെ പാല് കാച്ചാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളിത് ആദ്യമായിട്ടല്ല കേട്ടോ വാടകയ്ക്ക് താമസിക്കണത്. ഇത് നമ്മൾ രണ്ടാമത്തെ തവണയാണ് താമസിക്കണത്. ആദ്യം പൂമ്പാറ്റേനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ. അന്ന് പൂമ്പാറ്റേനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്തൊന്നും പാല് കാച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഒരു പാല് കാച്ചിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ പാല് കാച്ചിലിൻ്റെ പറ്റിയിട്ട് എനിക്കായിട്ടുള്ള ഒരു അനുഭവത്തിൽ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വീട്ടിൽ കയറി ഇങ്ങനെ വാടക വീട്ടിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പാല് കാച്ചണത് കേട്ടോ. ഇങ്ങനെയൊന്നല്ല, ഒരു മൺപാത്രത്തിലൊക്കെയാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പാല് കാച്ചിട്ട് കയറിയിരിക്കണം എന്നുള്ളത്. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഹരീഷിനാണെങ്കിൽ ബ്രൂ കോഫി വേണം പറഞ്ഞിട്ട് ആ പാല് കാച്ചി പാലെടുത്തിട്ട് നമ്മൾ ബ്രൂ കോഫി ഉണ്ടാക്കി കേട്ടോ. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചു കേട്ടോ. കാപ്പി കുടിച്ചതിന് ശേഷമാണ് പിന്നെ പുട്ടുണ്ടാക്കാൻ നിന്നത്. അങ്ങനെ എന്താ പറയുക, പുട്ടുണ്ടാക്കി ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കണ വരെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അവിടെ കുറച്ച് ഒതുക്കാനും പെറുക്കാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പാലുകാച്ചൽ മോർണിംഗ് പോലെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇവിടുത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്